വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ നമ്മുടെ പ്രഗ്നൻസിയുടെ 33 വീക്കിലെ 33ാമത്തെ ആഴ്ചയിൽ അമ്മയ്ക്ക് കുഞ്ഞിന് വരുന്ന മാറ്റങ്ങളാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് ഇപ്പോൾ അതിന് മുൻപായിട്ട് ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായം ഞങ്ങൾക്ക് സംശയങ്ങളെല്ലാം നിങ്ങൾ കമൻറ്റ് ചെയ്യണം. അപ്പോൾ നമുക്ക് ആദ്യം കുഞ്ഞിൻ്റെ വിശേഷങ്ങൾ നോക്കാം. കുഞ്ഞിൻ്റെ ഈ സമയത്ത് കുഞ്ഞിൻ്റെ ഹൈറ്റ് ഏകദേശം ഒരു 42 സെൻറ്റിമീറ്റർ മുതൽ ഒരു 44 സെൻറ്റിമീറ്റർ വരെ ആയിരിക്കും നമ്മുടെ കുഞ്ഞിൻ്റെ ഹൈറ്റ് ഏകദേശം ഉണ്ടാവുക. അതുപോലെ തന്നെ വെയിറ്റ് ഒരു 1.9 kg മുതൽ ഒരു 2.1 kg വരെ ആയിരിക്കും. 200 ഗ്രാം ആയിരിക്കും നമ്മുടെ കുഞ്ഞിനിപ്പോൾ ഏകദേശം വെയിറ്റ് ഉണ്ടാവുന്നത്. അതുപോലെ തന്നെ നമ്മുടെ കുഞ്ഞി സമയത്ത് ഹൈറ്റും വെയിറ്റും ഒക്കെ കൂടുന്ന സമയമാണ്. കുഞ്ഞിൻ്റെ നീളവും അതുപോലെ തന്നെ ഭാരമൊക്കെ കൂടിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ കുഞ്ഞിൻ്റെ സ്കിന്നിൻ്റെ അടിയിൽ ഫാറ്റിൻ്റെ ഡെപ്പോസിഷൻ നടക്കുകയാണ്. കുഞ്ഞിൻ്റെ ബ്രെയിനിലുള്ള കുഞ്ഞിൻ്റെ തലയിലുള്ള ബോണുകൾ ഇപ്പം എല്ലാം വളർന്നു കഴിഞ്ഞിട്ടുണ്ട്. പക്ഷെ അതൊക്കെ കുഞ്ഞ് ജനിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. കുഞ്ഞ് ജനിച്ച് കഴിയുമ്പോൾ കുഞ്ഞിൻ്റെ ഈ ഭാഗത്തും അതുപോലെ തന്നെ ബാക്കിലായിട്ട് നമുക്ക് തൊടുമ്പോൾ ബോൺ ഇല്ലാത്ത പോലെ ഭയങ്കര സോഫ്റ്റ് ആയിട്ട് ഫീൽ ചെയ്യും. ചില കുഞ്ഞുങ്ങൾക്ക് അവിടെ നമ്മൾ അമർത്തി കഴിഞ്ഞാൽ അവിടെ അങ്ങനെ കുഴിഞ്ഞു പോകും. അപ്പം നിങ്ങൾ അത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പം അത് നമ്മുടെ കുഞ്ഞിൻ്റെ ബോൺസ് കൂടിച്ചേരാത്തതാണ്. അപ്പോൾ ഈ 2 ബോണും ഈ ഭാഗത്തുള്ള 3 ബോൺസും അത് ബാക്കിലെ 2 ബോണും കൂടി ചേരണം. കുഞ്ഞിൻ്റെ ബാക്കിലെ ബോൺ കൂടി ചേരുന്നത് ഏകദേശം ഒരു 1.5 മാസം ആകുമ്പോഴാണ് കുഞ്ഞിൻ്റെ ബാക്കിലെ ബോണൊക്കെ കൂടി ചേരുന്നത്, രണ്ടും കൂടി ചേരുന്നത്. ഇനി കുഞ്ഞിൻ്റെ ഫ്രണ്ടിൽ ഇവിടെ നമുക്ക് അതുപോലെ തൊടുമ്പോൾ ഒരു ഭയങ്കര സോഫ്റ്റ് ആയിട്ട് തോന്നും. ആ ഭാഗത്തുള്ള ബോൺസ് കൂടി ചേരുന്നത് ഏകദേശം 1.5 വയസ്സാകുമ്പോഴാണ്. 1.5 വയസ്സിലാണ് നമ്മുടെ കുഞ്ഞിൻ്റെ ആ ബോൺസ് കൂടി ചേരുന്നത്. അപ്പൊ ഇപ്പൊ എല്ലാ എല്ലുകളും വളർച്ച കഴിഞ്ഞിട്ടുണ്ട്. പക്ഷെ നമ്മുടെ ബ്രെയിനിൽ മാത്രം ബോൺസ് കൂടി ചേരാൻ ഇനി ജനിച്ചതിന് ശേഷമാണ് ഇതൊക്കെ കൂടി ചേരുന്നത്. അതുപോലെ തന്നെ ഇപ്പൊ നമ്മുടെ കുഞ്ഞിന്റെ ഇടയിൽ ഫാറ്റ് ഡെപ്പോസിഷൻ ഒക്കെ തുടങ്ങി. ഫാറ്റ് ഒക്കെ വന്നതുകൊണ്ട് നമ്മുടെ കുഞ്ഞിപ്പോ ഭയങ്കര പിങ്ക് നിറത്തിലായിരിക്കും കുഞ്ഞിന്റെ സ്കിന്നൊക്കെ ഇരിക്കുന്നുണ്ടാവുക. കുഞ്ഞ് ജനിച്ചു കഴിയുമ്പോഴും കുഞ്ഞിന്റെ സ്കിന്നൊക്കെ ഒരു പിങ്ക് കളറിലായിരിക്കും ഉണ്ടാവുക. അപ്പോൾ കുഞ്ഞ് ജനിച്ച് ഒരു 2 മാസം കഴിഞ്ഞിട്ടാണ് നമ്മുടെ കുഞ്ഞിന്റെ കറക്റ്റ് ആയിട്ടുള്ള നിറം നമുക്ക് ഏതാണെന്ന് മനസ്സിലാക്കാൻ പറ്റില്ല. നമ്മുടെ കുഞ്ഞ് ജനിച്ചു കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. കുഞ്ഞ് കരയുമ്പോൾ പെട്ടെന്ന് കുഞ്ഞ് കരയുമ്പോൾ കുഞ്ഞ് ആകെ ഭയങ്കര ഡാർക്ക് പിങ്ക് കളറിലേക്ക് പോകും കുഞ്ഞ് കരയുന്ന സമയത്തൊക്കെ. അപ്പം കുഞ്ഞിന്റെ ഈ സമയത്തൊക്കെ നമ്മുടെ കുഞ്ഞ് ഭയങ്കര പിങ്ക് കളറിലായിരിക്കും. പിന്നെ നമ്മുടെ കുഞ്ഞിന്റെ വെയിറ്റ് കൂടുന്നതുകൊണ്ട് തന്നെ നമ്മുടെ യൂട്രസിൽ ഇപ്പോൾ കുഞ്ഞിന് നീങ്ങാനായിട്ടുള്ള സ്ഥലം കുറവായിരിക്കും. അതുപോലെ തന്നെ അമ്നിയോട്ടിക് ഫ്ലൂയിഡിന്റെ അളവും ഈ സമയത്ത് നമുക്ക് കുറവായിരിക്കും ഉണ്ടാവുക. അപ്പൊ നമ്മുടെ കുഞ്ഞിപ്പം നീങ്ങുന്നത് ഭയങ്കര എന്താ പറയാ മൂവ്മെന്റ്സ് എപ്പോഴും മൂവ്മെന്റ്സ് ഉണ്ടാവില്ല. കാരണം കുഞ്ഞിന് എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങിക്കൊണ്ടിരിക്കാൻ പറ്റില്ല. അപ്പൊ പക്ഷെ കുഞ്ഞ് നീങ്ങുന്ന ഓരോ മൂവ്മെന്റ്സ് നമുക്ക് കറക്റ്റ് ആയിട്ട് അറിയാനായിട്ട് പറ്റും. അതുപോലെ തന്നെ ഇപ്പൊ നമ്മുടെ കുഞ്ഞിന് രോഗപ്രതിരോധ ശേഷിയൊക്കെ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ കുഞ്ഞിന് ഇപ്പൊ ഇമ്മ്യൂണിറ്റി കിട്ടുന്നത് നമ്മുടെ ബോഡിയിലുള്ള ആന്റിബോഡീസ് നിന്നാണ്. നമ്മുടെ ബോഡിയിൽ നിന്ന് കുഞ്ഞിന്റെ പ്ലാസിന്റെ വഴി, അതുപോലെ തന്നെ അമ്നിയോട്ടിക് ഫ്ലൂയിഡ്, അംബ്ലിക്കൽ കോഡ്, കുഞ്ഞിന്റെ പൊക്കിൾക്കൊടി, ഇതൊക്കെ വഴിയാണ് ഇപ്പൊ നമ്മുടെ കുഞ്ഞിന് ആന്റിബോഡീസ്, രോഗപ്രതിരോധ ശേഷി കുഞ്ഞിന് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഇനി നമ്മുടെ ഡെലിവറി കഴിഞ്ഞ് കുഞ്ഞ് വന്നു കഴിഞ്ഞ് നമ്മുടെ ബ്രസ്റ്റ് മിൽക്കിൽ കൂടിയും അതുപോലെ തന്നെ കുഞ്ഞിന്റെ ബോഡി തന്നെ ഓരോന്നിന്റെ അടുത്തും പ്രതിരോധ ശേഷി ഉണ്ടാക്കാൻ തുടങ്ങും. അതുപോലെ തന്നെ ഈ സമയത്ത് നമ്മുടെ കുഞ്ഞിപ്പോ ഹെഡ് ഡൗൺ ഒക്കെ ആയിട്ടുണ്ടായിരിക്കും. ഇനി നിങ്ങളുടെ കുഞ്ഞുങ്ങൾ ഹെഡ് ഡൗൺ ആയിട്ടില്ലെങ്കിൽ നിങ്ങൾ വിഷമിക്കേണ്ട. 2-3 ആഴ്ചയ്ക്കുള്ളിൽ നമ്മുടെ കുഞ്ഞ് തല തിരിഞ്ഞ് താഴേക്ക് വരും. അപ്പൊ കുഞ്ഞിന്റെ ഹെഡ് ഡൗൺ ആവുന്ന പൊസിഷനാണ് നമുക്ക് നോർമൽ ഡെലിവറിക്ക് വേണ്ടത്. സെഫാലിക് പ്രസന്റേഷൻ ആണ് പറയുക. കുഞ്ഞിന്റെ തല താഴെയും കാലും കൈയൊക്കെ മുകളിലേക്കായിട്ട് നമ്മുടെ ഈ വയറിന്റെ ഭാഗത്ത് കുഞ്ഞിന്റെ കാലും ബട്ടക്സും അതുപോലെ തന്നെ കുഞ്ഞിന്റെ ഹെഡ് നമ്മുടെ ഹിപ്പിന്റെ ഭാഗത്തേക്ക് താഴേക്ക് വരുന്ന രീതിയിലാണ് കുഞ്ഞിന്റെ പൊസിഷൻ വേണ്ടത്. അപ്പോൾ ഇനി നിങ്ങൾക്ക് കുഞ്ഞിന്റെ തല മുകളിലാണെങ്കിൽ അതിന് ബ്രീച്ച് പ്രസന്റേഷൻ ആണ് പറയുക. അപ്പൊ അങ്ങനെ നിങ്ങൾക്ക് കുഞ്ഞിന്റെ തല മുകളിലാണ്, കാലാണ് താഴെ ഇരിക്കുന്നെങ്കിൽ നമുക്ക് ഡെലിവറിക്കും കുറച്ച് നോർമൽ ഡെലിവറി നടക്കാനും കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ളവർക്കാണെങ്കിൽ ചിലപ്പോൾ ഡോക്ടേഴ്സ് സിസേറിയൻ പറയാനും ചാൻസ് ഉണ്ട്. അപ്പോൾ ഈ ലാസ്റ്റ് സ്കാൻ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ കുഞ്ഞ് ഏത് പ്രസന്റേഷൻ ആണ്, ബ്രീച്ച് ആണെങ്കിൽ ഡോക്ടേഴ്സ് തന്നെ കുഞ്ഞിനെ തിരിച്ച് പതുക്കെ അവര് താഴേക്ക് വരുത്താനായിട്ട് നോക്കും. അഥവാ അങ്ങനെ പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് സിസേറിയൻ തന്നെ ആയിരിക്കും ചിലപ്പോൾ പറയാം. അപ്പൊ ഈ ബ്രീച്ച് പ്രസന്റേഷനെ കുറിച്ച് ഞാൻ ഡീറ്റെയിൽ ആയിട്ട്, ബ്രീച്ച് തന്നെ 2-3 ടൈപ്പ് ഉണ്ട്. അപ്പൊ ഈ ബ്രീച്ച് പ്രസന്റേഷനിൽ ഏതൊക്കെയാണ് നോർമൽ ഡെലിവറിക്ക് ചാൻസ് ഉള്ളത്, ഏതാണ് ഒട്ടും നോർമൽ ഡെലിവറി പറ്റാത്തത്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ആ വീഡിയോ വേണമെങ്കിൽ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അതുപോലെ തന്നെ ഈ സമയത്താണ് നമ്മൾ ഈ സ്കാൻ ചെയ്യുന്നത്. നമ്മുടെ ലാസ്റ്റ് സ്കാൻ ചെയ്യുന്ന സമയമാണ്. നമ്മുടെ 32 വീക്ക് മുതൽ 36 വീക്കിന്റെ ഇടയിലാണ് നമ്മൾ ലാസ്റ്റ് സ്കാൻ ചെയ്യുന്നത്. അപ്പൊ ഈ ലാസ്റ്റ് സ്കാൻ നമ്മുടെ ഫീറ്റലിന്റെ ഫുൾ ഗ്രോത്ത്, നമ്മുടെ ബേബിയുടെ ഫുൾ ഗ്രോത്ത് അറിയാനായിട്ടുള്ള സ്കാൻ ആണിത്. നമ്മുടെ ബേബിയുടെ ഗ്രോത്ത് ഫുൾ ആയിട്ടുണ്ടോ, അതുപോലെ തന്നെ കുഞ്ഞിന്റെ പൊസിഷൻ എവിടെയാണ്, ഹെഡ് ഡൗൺ ആണോ, ഹെഡ് മുകളിലാണോ, സെഫാലിക് ആണോ, അതുപോലെ തന്നെ ബ്രീച്ച് ആണോ, അല്ലെങ്കിൽ നിങ്ങളുടെ പ്ലാസിന്റെ പൊസിഷൻ എവിടെയാണ്, പ്ലാസിന്റെ താഴെയാണോ, പിന്നെ ഇപ്പോൾ കുഞ്ഞിന്റെ പൊക്കിൾക്കൊടി, അംബ്ലിക്കൽ കോഡ് കുഞ്ഞിന്റെ കഴുത്തിൽ ചുറ്റിയിട്ടുണ്ടോ, അങ്ങനെ നോർമൽ ഡെലിവറി നടക്കുമോ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അറിയാനായിട്ടുള്ള സ്കാനാണ് നമ്മുടെ ലാസ്റ്റ് സ്കാൻ എന്ന് പറയുന്നത്. അപ്പൊ അത് ഈ സമയത്തായിരിക്കും നിങ്ങൾ ചെയ്യുക. ചിലരൊക്കെ ചെയ്തിട്ടുണ്ടായിരിക്കും. ചിലർ ഇനി 2-3 ആഴ്ചയ്ക്കുള്ളിൽ നിങ്ങൾ ആ സ്കാൻ ചെയ്യും. അപ്പൊ ആ സ്കാൻ ചെയ്താൽ നിങ്ങൾക്ക് കൂടുതൽ മനസ്സിലാവും എപ്പോഴാണ് നിങ്ങളുടെ ഡെലിവറി ഡേറ്റ് എന്നായിരിക്കും എന്നൊക്കെ നമുക്ക് ഡോക്ടേഴ്സ് ഈ സ്കാൻ കഴിഞ്ഞിട്ടാണ് പറയാം. അപ്പൊ ഇത് നമ്മുടെ സ്കാൻ ചെയ്യുന്ന സമയമാണ്. അപ്പൊ എല്ലാവരും സ്കാൻ ചെയ്തിട്ടില്ലെങ്കിൽ അതിന് റെഡി ആയിട്ട് ഇരിക്കാം. ഇനി സ്കാൻ ചെയ്യുമ്പോൾ ഒത്തിരി പേർക്കുള്ള സംശയമാണ് വെള്ളം കുടിക്കണോ, യൂറിൻ പാസ് ചെയ്യണോ എന്നൊക്കെ.
പിന്നെ സ്കാൻ എങ്ങനെ അബ്ഡോമിനൽ സ്കാൻ ആണോ വയറിൽ എങ്ങനെയാണ് നമുക്ക് സ്കാൻ ചെയ്യുക. ആദ്യത്തെ സ്കാൻ മാത്രമേ നമുക്ക് വെജേന വഴി ചെയ്യുള്ളൂ. പിന്നെ എല്ലാ സ്കാനും നമ്മുടെ വയറിന്റെ മുകളിൽ തന്നെയാണ് സ്കാൻ ചെയ്യുക. പിന്നെ നിങ്ങൾ അങ്ങനെ വെള്ളം ഒരുപാട് കുടിച്ചിട്ട് പോകേണ്ട ആവശ്യമില്ല. വെള്ളം കുടിച്ചാലും അവിടെ ചെന്നിട്ട് യൂറിൻ പാസ് ചെയ്തിട്ടാണ് നമ്മളുടെ സ്കാൻ ചെയ്യാൻ കയറ്റുക. അപ്പോൾ അങ്ങനെ ഒരുപാട് വെള്ളം കുടിച്ചിട്ട് പോകേണ്ട ആവശ്യമൊന്നുമില്ല. പിന്നെ നമുക്ക് ഇനി നമുക്ക് അമ്മയ്ക്ക് എന്തൊക്കെ വിശേഷങ്ങളാണ് നോക്കാം. അമ്മയ്ക്കും ഇത് തന്നെയാണ് വിശേഷം. ഈ സമയത്താണ് നമ്മൾ സ്കാൻ ചെയ്യാൻ പോകുന്നത്. അതുപോലെ തന്നെ അമ്മയ്ക്ക് ഇപ്പൊ 33 ആഴ്ച എന്ന് പറഞ്ഞാൽ വയറൊക്കെ ഭയങ്കര വലുതായതുകൊണ്ട് തന്നെ പിന്നെ ഈ കുഞ്ഞൊരു താഴേക്ക് ഒരു പ്രഷർ കൊടുക്കുന്നുണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെ ഈ സമയത്ത് ഭയങ്കര പുറം വേദന, നടുവേദന, പിന്നെ രാത്രി ഉറങ്ങാൻ പറ്റുന്നില്ല, അങ്ങനെയുള്ള ഒത്തിരി ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരിക്കും. ചിലർക്ക് നീരുണ്ടായിരിക്കും, കാലിലും മുഖത്തൊക്കെ നീര് വരും, കയ്യിലും കാലിലും മുഖത്തൊക്കെ നീരുണ്ടായിരിക്കും. അങ്ങനെ ഒത്തിരി പ്രശ്നങ്ങൾ നിങ്ങൾക്ക് അമ്മമാർക്ക് ഈ സമയത്ത് ഉണ്ടാവും. അപ്പൊ അതൊക്കെ നമ്മുടെ ഈ ഡെലിവറി അടുക്കുന്നതിന്റെ ലക്ഷണങ്ങളാണ്. അപ്പൊ അതൊന്നും ആരും ടെൻഷൻ അടിക്കണം. നിങ്ങൾ ഉറങ്ങുമ്പോഴും കിടക്കുമ്പോഴൊക്കെ ഒരുപാട് പില്ലോസ് ഒക്കെ നിങ്ങളുടെ പുറകിലും അതുപോലെ തന്നെ കാലിന്റെ ഇടയിലും വയറിന് സപ്പോർട്ടായിട്ടൊക്കെ പില്ലോസ് ഒക്കെ യൂസ് ചെയ്ത് കിടക്കാം. പിന്നെ നിങ്ങളുടെ വയറിന്റെ ഭാരം, പ്രഷർ, നമ്മുടെ ഈ വലിയ യൂട്രസിന്റെ കുഞ്ഞിന്റെ പ്രഷർ നമ്മുടെ ഹിപ്പിലേക്ക്, നമ്മുടെ പെൽവിസിലേക്കൊക്കെ വരുന്നതുകൊണ്ടാണ് നിങ്ങൾക്ക് അവിടെ പെയിൻ ഒക്കെ ഉണ്ടാവുന്നത്, നടുവേദനയൊക്കെ ഉണ്ടാവുന്നത്. അതുകൊണ്ട് തന്നെ അത് കുറയ്ക്കണമെങ്കിൽ ഇപ്പൊ നമ്മുടെ മെറ്റേണിറ്റി ബെൽറ്റുകളൊക്കെ കിട്ടും വയറിനെ സപ്പോർട്ട് ചെയ്യാനായിട്ട്, ബെൽറ്റ്. അപ്പൊ ആ ബെൽറ്റ് ഒക്കെ നിങ്ങൾ വാങ്ങിക്കുകയാണെങ്കിൽ ആ ബെൽറ്റ് വയറിൽ കെട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ വയറിന് അതൊന്ന് സപ്പോർട്ട് ചെയ്യും. അപ്പൊ ആ ഭാരം നമ്മുടെ ബെൽറ്റ് താങ്ങുമ്പോൾ നമുക്ക് ഈ നടുവേദനയും അതുപോലെ പുറം വേദനയൊക്കെ കുറയ്ക്കാനായിട്ട് പറ്റും. അപ്പൊ ഇതൊക്കെയാണ് അമ്മയ്ക്ക് കുഞ്ഞിന് വരുന്ന മാറ്റങ്ങൾ. അപ്പൊ എല്ലാവരും സ്കാൻ ചെയ്തില്ലെങ്കിൽ സ്കാൻ ചെയ്യാനൊക്കെ റെഡി ആയിരിക്കുക, കുഞ്ഞിനെ കാണാനും കുഞ്ഞിനെ സ്വീകരിക്കാനൊക്കെ റെഡി ആയിട്ടിരിക്കുക. അപ്പൊ എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക. അപ്പൊ നമുക്കിനി പുതിയൊരു വീഡിയോ പിന്നെ കാണാം. ഓക്കെ, ബൈ, ടേക്ക് കെയർ.